പക്ഷെ ഉക്രൈനെ വെട്ടി നുറുക്കും, 3 കഷ്ണങ്ങളായി വെട്ടി നുറുക്കുമെന്നാണ് ഏഷ്യനെറ്റ് മുതലാളി പറയുന്നത്. ഈ സിന്ധു സൂര്യകുമാറുമായി നടത്തിയ റെജി മേനോൻ, അദ്ദേഹം സിന്ധു സൂര്യകുമാറുമായി നടത്തിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്ന കാര്യമാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണ്? റെജി മേനോന് അത് പറയാനുള്ള അർഹതയുണ്ട്. അതായത് നമ്മളെക്കാൾ റഷ്യയുമായി എത്രയോ കാലത്തെ ബന്ധം, വളരെ അടുത്ത ബന്ധം. അദ്ദേഹം അന്നും ഇന്നും റഷ്യയിലാണ്. ഇപ്പോൾ അദ്ദേഹം ഒന്ന് വിശ്രമ ജീവിതം പോലെയാണെന്നേ ഉള്ളൂ. അന്ന് റഷ്യൻ മണ്ണിൽ അദ്ദേഹം കഷ്ടപ്പെട്ട കാലമാണ്. റഷ്യക്ക് വേണ്ടിയും അദ്ദേഹത്തിന് വേണ്ടിയും അതുവഴി ഉണ്ടായ ലാഭം നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഗുണം ഇദ്ദേഹം ഒരുപാട് ബിസിനസ് ഉണ്ടല്ലോ, മേനോൻ ഗ്രൂപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ പേര് തന്നെ. ആ ഗ്രൂപ്പിന് ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽസ്, IT, ഒരുപാട് വ്യവസായങ്ങൾ ലോകമാണ്. ഇപ്പോൾ റഷ്യൻ മണ്ണിലാണ് പക്ഷേ അദ്ദേഹം പച്ച പിടിച്ചത്. റഷ്യയാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യ രാഷ്ട്രം. ഇപ്പോൾ 93-ലാണല്ലോ ഏഷ്യാനെറ്റ് തുടങ്ങുന്നത്. അന്ന് ഏഷ്യാനെറ്റ് തുടങ്ങാൻ പണം മാത്രം പോരാ, സാങ്കേതിക വിദ്യ വലിയ ട്രാൻസ്പോണ്ടർ, ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാറ്റലൈറ്റ് എളുപ്പമല്ല. ഇപ്പോൾ അത് ജനകീയമായി, ഇപ്പോൾ എല്ലാവർക്കും ചെറിയ വാടകയ്ക്ക് കിട്ടും, ആർക്കും ചാനൽ തുടങ്ങാം. പക്ഷേ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് വാർത്ത വായിക്കണമെങ്കിൽ ഇവിടെ നല്ല വാർത്ത വായിക്കുന്ന ഓർമ്മയില്ലേ? ഏഷ്യാനെറ്റിന്റെ ആദ്യത്തെ വാർത്ത വായിച്ചത് തായ്ലൻഡിലെങ്ങാണ്ട് പോയിട്ടാണ്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടാണ് റെജി മേനോൻ അന്ന് ഏഷ്യാനെറ്റ് സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത്. തീർച്ചയായിട്ടും സ്ഥാപകൻ എന്ന് വിളിക്കേണ്ടത്, അതിന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഡോക്ടർ റെജി മേനോൻ തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം ഏഷ്യാനെറ്റിന്റെ അറിയാലോ, ഇപ്പോൾ 32 കൊല്ലമായി. ഇപ്പോൾ 30ാം വാർഷികം തൊട്ട് ഒരു വലിയ വിപുലമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് റെജി മേനോനായിട്ട് ടോക്ക് കൊടുത്താണ്. അപ്പോഴാണ് നമുക്ക് അദ്ദേഹത്തെ വെറും ഒരു മീഡിയ പേഴ്സൺ, വെറും ഒരു മാധ്യമ മുതലാളി മാത്രമല്ല, അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുകളും ഉണ്ട് എല്ലാ കാര്യത്തിലും. അപ്പോൾ അത് പക്ഷേ അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട്, ഇപ്പോഴത്തെ ഏഷ്യാനെറ്റ് ചെയർമാനെ പോലെ പൊളിറ്റിക്കൽ പാർട്ടിയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരം എക്സ്പോഷർ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. എന്തായാലും റെജി മേനോന്റെ ഇന്റർവ്യൂവിൽ സുപ്രധാനമായൊരു കാര്യം, എനിക്കും നിനക്കും ഒക്കെ അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയം, എന്നാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഭാവി എന്നാണ് തീരുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു എങ്ങനെയായിരിക്കും ഫോർമുല തുടങ്ങിയ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും സിന്ധു സൂര്യമായിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അത് അദ്ദേഹം മറ്റു പലയിടത്തും പങ്കുവച്ചതാണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ റഷ്യക്ക്, പുച്ചിന് ഉക്രൈനെ ആക്രമിക്കാനുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉക്രൈനെ ഒരു നിമിത്തമാക്കിയിട്ട് റഷ്യയെ തകർക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തിയ ശ്രമത്തെ ചെറുക്കുകയായിരുന്നു അദ്ദേഹം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ പുച്ചിൻ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ത്യയോട് കള്ളം പറയേണ്ട യാതൊരു കാര്യവുമില്ലാത്ത ഡോക്ടർ റെജി മേനോൻ അവിടെ ഇരുന്നുകൊണ്ട് വസ്തുതകൾ മനസ്സിലാക്കി പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ തോന്നും. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട്. 2015 10 കൊല്ലം മുമ്പ് അദ്ദേഹം ഉക്രൈനിൽ സന്ദർശിച്ചു. അപ്പോൾ ഉക്രൈനിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് റഷ്യൻ ഭാഷ അറിയാം. അപ്പോൾ ഉക്രൈനിൽ വലിയൊരു ആഗോള വ്യവസായി എന്ന നിലയിലാണ് അദ്ദേഹം ചെല്ലുന്നത്. അപ്പോൾ അവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സിൽ അവിടെ വലിയ വ്യവസായികളൊക്കെ കൂടി പങ്കെടുത്തൊരു യോഗത്തിൽ അദ്ദേഹം റഷ്യൻ ഭാഷയിൽ സംസാരിച്ചു. അതോടുകൂടി അവിടെ അവർ വയലൻ്റായി. എന്ന് പറഞ്ഞാൽ ഈ ഉക്രൈനിൽ വലിയ തോതിൽ റഷ്യൻ വിരുദ്ധതയുണ്ട്. അത് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. 2010 വരെ അതുണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുന്നത് 2010 ശേഷം അവിടെ വന്ന ഗവൺമെന്റ്, അവിടെ വന്ന മാറ്റം, ആ മാറ്റത്തിൽ പതുക്കെ സംഭവിച്ചത് റഷ്യയോടുള്ള വിരോധം, റഷ്യൻ ഭാഷയോട്, റഷ്യൻ സംസ്കാരത്തോടുള്ള വിരോധം വലിയ തോതിൽ വളർന്നു അവിടെ. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹം ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഉണ്ട്. ഇപ്പൊ റഷ്യയോട് ചേർന്ന് കിടക്കുന്ന, റഷ്യയുടെ കിഴക്ക് ഭാഗത്ത് റഷ്യയാണ്, റഷ്യയുടെ കിഴക്ക് ഭാഗത്തുള്ള ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിന് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് ഈ ക്രീമിയ ഉൾപ്പെടെയുള്ള. അപ്പൊ ആ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിനോട് ഒരുതരം വംശീയ വിരോധവും ഇവർ വളർത്തിയെടുത്തിട്ടുണ്ട്. 2010 ശേഷം വന്ന ഒരു ഡെവലപ്മെന്റ് ആണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്നാണ് മനസ്സിലാവുന്നത്. ഞാൻ തിരിച്ച് റഷ്യയിൽ വന്നപ്പോൾ എനിക്ക് നല്ല ബോധ്യം വന്നു, റഷ്യക്കാർക്ക് ഇപ്പോഴും ഇവരോട്, പ്രത്യേകിച്ച് ഉക്രൈനോടോ അവരുടെ ഭാഷയോ അല്ലെങ്കിൽ അവരുടെ ഭാഷയോടോ സംസ്കാരത്തോടോ ജനങ്ങളോടോ യാതൊരു വിരോധവുമില്ല. റഷ്യക്കാർ ഇപ്പോഴും അവരെ സഹോദരങ്ങളായിട്ടാണ് കാണുന്നത്. പക്ഷേ കഴിഞ്ഞ കുറെ കാലമായി ബോധപൂർവം ഒരു റഷ്യൻ വിരോധം വളർത്തിയെടുക്കുന്നതിൽ ഇവർ വിജയിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. 2014 അവിടെ ഈ മൈദാൻ കലാപം ഉണ്ടായി. അവിടെ മൈദാൻ കലാപം എന്ന് അതിൻ്റെ പേര്. ആ മൈദാൻ കലാപത്തിലാണ് അന്നുണ്ടായിരുന്ന പ്രസിഡന്റിനെ യാനുകോവിച്ചിനെ അട്ടിമറിക്കുന്നത്. എന്തായിരുന്നു ആ കലാപം?
ഈ പ്രദേശങ്ങൾക്ക് റഷ്യൻ ഭാഷ സംസാരിക്കുകയും റഷ്യൻ സംസ്കാരം സൂക്ഷിക്കുകയും ഓർത്തഡോക്സ് വിശ്വാസമുള്ളതുമായ ഒരു വലിയ പ്രദേശം, ഉക്രൈൻ്റെ ഒരു വലിയ മേഖല, ആ മേഖലയിൽ കലാപം ഉണ്ടായിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ മാറ്റി, പ്രസിഡന്റിനെ അട്ടിമറിച്ചു എന്ന് മാത്രമല്ല, അത് വെറുതെ സംഭവിച്ചതല്ല. റെജി മേനോൻ പറയുന്നത് വെറുതെ സംഭവിച്ചതല്ല. കാരണം അന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ, നാറ്റോ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വമ്പിച്ച പിന്തുണയോടുകൂടിയാണ്, നമ്മളിപ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയില്ലേ, അതുപോലെ അവരുടെ പിന്തുണയോടുകൂടി നടന്ന കലാപമാണ്. അതിലാണ് അവിടുത്തെ യാനുകോവിച്ച് പുറത്താക്കപ്പെട്ടത്. ഈ പുറത്താക്കല് തീർച്ചയായിട്ടും അടുത്തത്, അപ്പോൾ അവിടുത്തെ റഷ്യക്കെതിരായി ചിന്തിക്കുന്ന ഒരു സർക്കാരിനെ അവിടെ കൊണ്ടുവരാനാണ്. യാനുകോവിച്ച് അങ്ങനെ ആയിരുന്നില്ല. യാനുകോവിച്ച് വരെയുള്ളവർ റഷ്യക്ക് അനുകൂലമായിരുന്നു. റഷ്യക്കെതിരായുള്ളൊരു സർക്കാർ വരുന്നത് അന്നു മുതലാണ്. പിന്നീടാണ് ഈ മാറ്റമൊക്കെ വരുന്നത്, പിന്നീടാണ് സെലൻസ്കി വരുന്നത് ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും 2022 വളരെ പ്രത്യക്ഷമായി എന്താ സംഭവിക്കുന്നത്, ഈ റഷ്യയും ക്രീമിയയും തമ്മിൽ, ഈ റഷ്യയും ഉക്രൈനും തമ്മിൽ ഒരു കരാറുണ്ടാക്കി, ബോധപൂർവം റഷ്യൻ സർക്കാർ മുൻകൈ എടുത്തൊരു കരാറുണ്ടാക്കി. എന്താണത്? ഉക്രൈനിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ റഷ്യ വന്ന് സഹായിക്കും, ഇടപെടാം എന്നൊരു കരാറുണ്ടാക്കിയതാണ്. അങ്ങനെയാണ് ഈ 2014 കലാപത്തെ 2022 റഷ്യ അവിടെ ആക്രമിക്കുന്നത്. ഈ ഇഷ്യൂ ഉണ്ടായപ്പോഴാണ്. ഉക്രൈനിൽ നിന്ന് ഒരു ഭാഗം അടർത്തിയെടുത്തിട്ട് റഷ്യക്കെതിരായി ഉപയോഗിക്കാം, എന്നാൽ ഉക്രൈൻ്റേത് അല്ലതാനും എന്ന് പറഞ്ഞാൽ ഇവര് ഈ ക്രീമിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ 2022 കലാപത്തോടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഞങ്ങൾ റഷ്യയുടെയും ഭാഗമല്ല, ഞങ്ങൾക്ക് റഷ്യ വേണ്ട, ഞങ്ങൾക്ക് ഉക്രൈനും വേണ്ട. ആ പ്രഖ്യാപനം വന്നാൽ അത് ആർക്കു കൂടി എതിരാണ്? ഉക്രൈനും കൂടി എതിരാണ്. അത്തരമൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ റഷ്യക്ക് കയറി ഉക്രൈനിൽ സമാധാനം പാലിക്കാൻ സഹായിക്കാം. ആ ഉടമ്പടി പ്രകാരമാണ്. അഥവാ റെജി മേനോൻ പറയുന്നത് ഒരു കരാറ് പ്രകാരമാണ്. ഉക്രൈനകത്ത് ഒരു വിഘടനവാദം വന്നു. അങ്ങനെ വന്നാൽ ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി റഷ്യക്ക് പോകാനുള്ള കരാറ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കരാറ് പ്രകാരമാണ് ഇടപെട്ടതെന്ന്. വേറൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ടല്ലോ 2022 റഷ്യ അവിടെ ആക്രമിച്ചതിന് ശേഷമുള്ള മരണത്തിന്റെ കണക്കാണല്ലോ എടുക്കുന്നത്. എന്നാൽ ഈ 2021 വരെ, 2014 തൊട്ട് 2021 വരെ മരിച്ചതിന്റെ കണക്ക്, അവിടുത്തെ മരണക്കണക്ക് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? അന്ന് റഷ്യ പോയതുകൊണ്ടല്ലല്ലോ. ഈ ഉക്രൈനകത്ത് ആഭ്യന്തര കലാപം 2014 മുതൽ 2021 വരെ 15,000 പേര് മരിച്ചിട്ടുണ്ട്. അതിന്റെ കണക്ക് എന്താ നിങ്ങൾ പരിശോധിക്കാത്തത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നം റഷ്യ ഉണ്ടാക്കിയതല്ല. നേരത്തെ തന്നെ ഉക്രൈനകത്തുള്ള വിഘടനവാദികളുടെ പ്രശ്നമാണ്. അവരെ സഹായിച്ചത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. അവരുടെ സഹായം നല്ല ലക്ഷ്യത്തോടെ അല്ല എന്നും അവർ റഷ്യക്കെതിരെ വരുമെന്നും അറിയാവുന്നത് കൊണ്ട് റഷ്യ നടത്തുന്ന പ്രതിരോധ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ സെലൻസ്കി എന്ന നേതാവുണ്ടല്ലോ, ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി ഒരു പാശ്ചാത്യ നിർമ്മിതം, അയാൾ ഒരു നടനായിരുന്നല്ലോ, കൊമേഡിയനായിരുന്നു. നമ്മളെ നാട്ടിലെ ഒരു ഹാസ്യ നടന്റെ നിലവാരത്തിലുണ്ടായിരുന്ന മനുഷ്യനാണ്. അയാളെ കൊണ്ടുവന്നിട്ട് അയാളുടെ പോപ്പുലാരിറ്റി വെച്ചിട്ട് ഭരണകൂടത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ അട്ടിമറിക്ക് ശേഷം ഇവരുടെ താല്പര്യമാണ്, അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും താല്പര്യമാണ്. ഇനി മാത്രമല്ല, എന്നാൽ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, റെജി മേനോൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ഉക്രൈൻ എന്ന രാജ്യത്തിനെ ഇപ്പോ യുദ്ധം എന്ന് പറഞ്ഞിട്ട് റഷ്യക്കെതിരായിട്ട് എല്ലാവരും സഹായിക്കുന്നുണ്ടല്ലോ, എന്നാ ഇവരൊന്ന് പറഞ്ഞാട്ടെ. ഇവര് ഈ സഹായിക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ കണക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഉക്രൈൻ എന്ന രാജ്യത്തിന്റെ കടം എത്രയാണെന്നറിയോ? $500 ബില്യൺ കടം. ആരാ ഈ കടം വീട്ടുക? റെജി മേനോൻ ചോദിക്കുന്നുണ്ട്. കടം വീട്ടാൻ ആരും ഉണ്ടാവില്ല, ഉക്രൈൻ എന്ന രാജ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നലെ അതിവേഗം ഉക്രൈൻ കുത്തിക്കൊണ്ടിരിക്കുകയാണ്, നാശത്തിലേക്ക്, തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് തീർച്ചയായിട്ടും തകരുകയല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ വന്നാൽ ഒരു ചോദ്യം, നമ്മുടെയൊക്കെ മനസ്സിലുള്ള ചോദ്യം ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് അവസാനിക്കുക? ഡോക്ടർ റെജി മേനോൻ പ്രവചിക്കുന്നത് ശരിയാണെങ്കിൽ, ശരിയാവാൻ സാധ്യതയുണ്ട് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? എത്രയോ പതിറ്റാണ്ടുകളായിട്ട് 50 കൊല്ലമെങ്കിലുമായി അദ്ദേഹത്തിന് റഷ്യയുമായി അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹം പറയുന്നത് ഉക്രൈൻ കൂപ്പുകുത്തും, കടം കൊണ്ട്, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പട്ടിണിയിലേക്ക് ഉക്രൈൻ കൂപ്പുകുത്തും. അപ്പോൾ ആ രാജ്യത്തെ ഈ പറഞ്ഞ സഹായിക്കാൻ ചെന്നവരൊക്കെ കൂടി ചേർന്ന് വീതം വെച്ചെടുക്കും. അദ്ദേഹം പറയുന്നത് ഉക്രൈൻ്റെ കിഴക്ക് ഭാഗം തീർച്ചയായിട്ടും റഷ്യ വിട്ടുകൊടുക്കില്ല. കാരണം റഷ്യക്ക് കൂടി താല്പര്യമുള്ള സംസ്കാരമല്ല.
റഷ്യൻ ഭാഷ, റഷ്യൻ സംസ്കാരം, റഷ്യൻ ഓർത്തഡോക്സ് വിശ്വാസം ഒക്കെ ഉള്ളവരാണ് അവർ. അപ്പോൾ ക്രീമിയെ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യും. ആരുടെ കൂടെ? റഷ്യയുടെ കൂടെ. ബാക്കി ഭാഗം, പടിഞ്ഞാറ് ഭാഗം, അപ്പോൾ ഇപ്പോൾ സഹായിക്കുന്ന കക്ഷികളുണ്ടല്ലോ, ആരൊക്കെ? പോളണ്ട്, ഹംഗറി, റുമേനിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കുറേശ്ശെ പടിഞ്ഞാറ് ഭാഗം എടുക്കും. പിന്നെ കുറച്ച് മധ്യഭാഗം ഉണ്ടാവും. അത് ആരെടുക്കും? തീർച്ചയായിട്ടും അമേരിക്ക കൈവശപ്പെടുത്തും. ഇങ്ങനെ സഹായിക്കാനെന്ന വ്യാജേന ഇപ്പോൾ ഉക്രൈൻ്റെ കൂടെ കൂടിയിരിക്കുന്ന രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ഉക്രൈനെ വീതം വെച്ചെടുക്കും. റഷ്യക്ക് ഒരു കാര്യം മാത്രമേ നിർബന്ധമുള്ളൂ, അവർക്ക് റഷ്യൻ സംസ്കാരമുള്ള പ്രദേശമുണ്ട്, ക്രീമിയ പ്രദേശം, അത് അവർ വിട്ടുകൊടുക്കില്ല. ബാക്കിയൊന്നും കൈയടക്കാൻ റഷ്യ പോകില്ല. റഷ്യക്ക് അതിൽ താല്പര്യമില്ല. റഷ്യക്ക് വേണ്ടത്, റഷ്യക്കെതിരായി ഒരു സമാന്തര രാജ്യം, ഒരു സ്വതന്ത്ര രാജ്യം തൊട്ടടുത്ത് റഷ്യയുടെ മതിലിനോട് ചേർന്ന് വരാൻ പാടില്ല. അതിൻ്റെ പിന്നിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉണ്ടായാൽ റഷ്യക്ക് ആ തലവേദന തീരൂല. അതുകൊണ്ട് റഷ്യ അത് വിട്ടുകൊടുക്കില്ല. എന്നാൽ ആ തക്ക സമയം നോക്കിയിട്ട് യുദ്ധം അവസാനിക്കുമ്പോൾ ബാക്കി പ്രദേശങ്ങൾ ഈ പറഞ്ഞ അമേരിക്കയും കൂട്ടാളികളും കൈയടക്കും. ഇതായിരിക്കും ഉക്രൈൻ യുദ്ധത്തിൻ്റെ പരിണതി എന്നാണ് ഡോക്ടർ റെജി മേനോൻ പറയുന്നത്. ഒരു മലയാളി ഇത്രയേറെ ആഴത്തിൽ റഷ്യയെ അനുഭവിച്ച, റഷ്യയിൽ ജീവിച്ച ഒരാളെന്ന നിലയിൽ അതുതന്നെ ആയിരിക്കാനാണ് ഉക്രൈൻ യുദ്ധത്തിൻ്റെ പര്യവസാനം എന്ന് നമുക്ക് ന്യായമായും വിശ്വസിക്കാം. റെജി മേനോൻ പറയുന്നതിന് വില കൽപ്പിക്കാം.